10-ാം അധ്യായം വിഭൂതി യോഗത്തിലെ രാമശസ്ത്രഭൃതാമഹം. ശ്രീരാമൻ അസ്ത്രമല്ലേ ഉപയോഗിച്ചത്, ശസ്ത്രമല്ലല്ലോ? ഇതൊരു നല്ല ചോദ്യമാണ്. ശ്രീരാമൻ ഏറ്റവും അധികം ഉപയോഗിച്ചത് അസ്ത്രമാണ്, അതിൽ സംശയമൊന്നുമില്ല. അമ്പാണ് മൂപ്പരുടെ മെയിൻ സംഭവം, ഇല്ലേ? അതിൽ സംശയമില്ല. പക്ഷേ എപ്പോഴും ശസ്ത്രമുണ്ട്, വാളുണ്ട്, എപ്പോഴും വാളുണ്ട്. വാളില്ലാത്ത സമയമില്ല. അത് കെട്ടി തൂക്കിയതായിരിക്കും, കയ്യിലല്ല. കയ്യിൽ വില്ല്, അമ്പ് കയ്യിൽ പിടിക്കൂലല്ലോ, അമ്പ് ആവശ്യത്തിന് എടുക്കല്ലേ ഉള്ളൂ. ആവശ്യത്തിനൊക്കെ വാൾ എടുത്തിട്ടുമുണ്ട്. കബന്ധന്റെ കയ്യിൽ രണ്ടുപേരും പെട്ടപ്പോൾ രണ്ടുപേരും വാളുകൊണ്ടാണ് ആ കബന്ധന്റെ കൈ മുറിച്ചത്. അപ്പോൾ റെഡി ഉണ്ട്, കാട്ടു പോകുമ്പോഴും എപ്പോഴും ഉണ്ട്. സരയുവിലേക്ക് ഇറങ്ങി പോകുമ്പോഴും ഇതൊക്കെ ഉണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. രാമൻ സദാസമയവും ശസ്ത്രം ധരിച്ചവനാണ്, അസ്ത്രവും ധരിച്ചവനാണ്. അസ്ത്രമുണ്ട്, ശസ്ത്രമുണ്ട്, രണ്ടിലും പ്രഗത്ഭനാണ്. ശ്രീരാമചന്ദ്രൻ അതിരഥനായിരുന്നു. അതിരഥൻ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് മഹാരഥന്മാരെ ഒറ്റയ്ക്ക് എതിരിടാൻ കഴിയുന്ന ആളാണ്. മഹാരഥന്റെ ലക്ഷണത്തിൽ തന്നെ ഏകോദശസഹസ്രാണി യോധയേത് യസ്തു ധന്വിന ശസ്ത്രശാസ്ത്രപ്രവീണശ്ച മഹാരഥ ഉദീരിത എന്നാണ് മഹാരഥന്റെ ലക്ഷണം. ശ്രദ്ധിച്ചത്? ഏകോദശസഹസ്രാണി യോധയേതസ്തു ധന്വിന, വില്ലേന്തിയ 10,000 പേരോട് ഒറ്റയ്ക്കെതിരിടാൻ കഴിയുന്നവൻ. വില്ലേന്തിയ 10,000 പേരോട് ഒറ്റയ്ക്കെതിരിടാൻ കഴിയുന്നവൻ. ശാസ്ത്രപ്രവീണശ്ച, ശാസ്ത്രത്തിലും പ്രവീണൻ. ഏതവിടെ ശാസ്ത്രം? വേദാന്തം അല്ല, ധനുർവേദമാണ് അവിടെ ശാസ്ത്രം. അപ്പൊ ശസ്ത്രത്തിലും ധനുർവേദത്തിലും നിപുണനായവൻ, അയാളെ പറയുന്ന പേരാണ് മഹാരഥൻ. അങ്ങനെയുള്ള ആയിരക്കണക്കിന് മഹാരഥന്മാരോട് ഒറ്റയ്ക്ക് എതിരിടാൻ കഴിയുന്ന ആളാണ് അതിരഥനാണ് രാമൻ. അപ്പൊ പിന്നെ രാമന് ശസ്ത്രമാ പറ്റാത്ത? പിന്നെ ഭഗവാൻ അവിടെ അർജുനൻ ഉപദേശിച്ച സാരത്തെ ഗ്രന്ഥാകാരത്തിൽ എഴുതിയത്, ശ്ലോകനിബദ്ധമാക്കിയത് വ്യാസഭഗവാനാണ്. അപ്പൊ വ്യാസഭഗവാൻ അപ്പൊ തോന്നി രാമ ശസ്ത്രഭൃതാമഹം എന്ന് എഴുതാൻ. ഇനി ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ രാമ അസ്ത്രഭൃതാം അഹം നാക്കണം. അപ്പൊ വേറെ പ്രശ്നം വരും. രാമോസ്ത്രഭൃതാമഹം എന്ന് വരുമ്പോ അവിടെ വൃത്തത്തിന് പ്രശ്നം വരും. അപ്പൊ രാമ ഒരു ചകാരായിട്ട് ചേർക്കേണ്ടി വരും. രാമശാസ്ത്രഭൃതാമഹം നാക്കേണ്ടി വരും. രാമശാസ്ത്രഭൃതാമഹം എന്നാവും. സന്ധിക്ക് അല്ല, വൃത്തത്തിന് പങ്കം വരില്ല. കൂട്ടത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാം വേണമെങ്കിൽ. രാമശാസ്ത്രഭൃതാമഹം, ഒരു പാഠവേദം. അപ്പൊ ഒരാൾ ചോദിക്കുക, സ്വാമി ആ പറഞ്ഞ തെറ്റല്ലേ? നീ ചോദിച്ചാലോ? കാരണം പ്രമാണമാണ് ഗീത, ഗീതയിൽ തെറ്റ് വരരുത്. ഒരാൾ ചോദിച്ചാലോ എന്താ മറുപടി? ഒന്ന് കേൾക്കട്ടെ. അതിനിപ്പോൾ എന്താ തെറ്റെന്ന് ചിലർക്ക് മനസ്സിലായിട്ടില്ല. ഭൃത്ത് എന്നുള്ള ഭൃഞ്ഞ് ധാരണ പോഷണയോഹോ എന്ന് ധാതു. അപ്പം ധരിക്കുന്നവൻ എന്നർത്ഥം. അസ്ത്രത്തെ ധരിക്കുകയോ ഇല്ലയോ? ഇല്ല. കയ്യിൽ ധരിക്കണത് വില്ലാണ്. വില്ല് അസ്ത്രമാണോ? അല്ല, ശസ്ത്രമാണ്. പിന്നെന്താ അസ്ത്രം? അമ്പ് തൂക്കിയിട്ടിരിക്കുക പുറത്ത് അവനാഴി. അപ്പം ധരിക്കണുണ്ടോ? ഒക്കെ പ്രശ്നമാണ്.
അപ്പം അതുകൊണ്ട് നല്ലത് ഗീതയിൽ പറഞ്ഞ തന്നെയാ, രാമ ശസ്ത്രഭൃതാം അഹം. എന്താ അഭിപ്രായം? ആ അസ്ത്രം കൈ കൊണ്ട് അടക്കില്ലാക്കാം, പിന്നെ വേറെ വല്ലതും കൈ ഒഴിവുണ്ടാവുക? അയ്യേ, അതൊക്കെ പുറത്ത് തൂക്കിയിടല്ലേ.